ഭൂമി ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വിപത്തുകളിൽ ഒന്ന് പ്ലാസ്റ്റിക് മലിനീകരണമാണ്. ഒരു പ്ലാസ്റ്റിക് കുപ്പി മണ്ണിൽ ലയിക്കാൻ ഏകദേശം 500 വർഷത്തോളം സമയമെടുക്കുമെന്നത് വലിയൊരു പാരിസ്ഥിതിക ദുരന്തമാണ്. എന്നാൽ പ്ലാസ്റ്റിക് ഇല്ലാത്തൊരു ജീവിതം ഇന്ന് നമുക്ക് ചിന്തിക്കാനും കഴിയില്ല. നമ്മൾ ദിവസവും കുടിക്കുന്ന പാലിൽ ഈ പ്രശ്നത്തിനുള്ള പരിഹാരമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു പറ്റം ശാസ്ത്രജ്ഞർ ഈ വലിയ പ്രതിസന്ധിക്ക് പരിഹാരവുമായി എത്തിയിരിക്കുകയാണ്. ഇത് വെറുതൊരു പ്ലാസ്റ്റിക് അല്ല, മറിച്ച് നമുക്ക് വേണമെങ്കിൽ കഴിക്കാൻ പോലും കഴിയുന്ന മണ്ണിൽ ദിവസങ്ങൾക്കുള്ളിൽ ലയിച്ചു ചേരുന്ന ഒന്നാണ്. പ്ലാസ്റ്റിക്കിന്റെ ഈ വെളുത്ത വിപ്ലവത്തെക്കുറിച്ച് നമുക്ക് വിശദമായി അറിയാം. വീഡിയോയിലേക്ക് പോകും മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പ്രോട്ടീനാണ് കേസിൻ. പാലിനെ രാസപ്രവർത്തനത്തിലൂടെ വേർതിരിക്കുമ്പോൾ കിട്ടുന്ന ഈ ഘടകത്തിന് പ്ലാസ്റ്റിക്കിന് സമാനമായ ഗുണങ്ങളുണ്ട്. പണ്ടുകാലത്ത് ഇതിനെ ഗാലലിത്ത് എന്നാണ് വിളിച്ചിരുന്നത്. ഗ്രീക്ക് ഭാഷയിൽ ഇതിനർത്ഥം പാൽ കല്ല് അല്ലെങ്കിൽ മിൽക്ക് സ്റ്റോൺ എന്നാണ്. പേര് പോലെ തന്നെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് കല്ല് പോലെ കട്ടിയുള്ളതാകുന്നു. ഇതൊരു പുതിയ കണ്ടുപിടുത്തമാണെന്ന് കരുതേണ്ട. 1897 തന്നെ ജർമ്മനിയിൽ ഇത് വികസിപ്പിച്ചെടുത്തിരുന്നു. ഒന്നാം ലോക മഹായുദ്ധകാലത്തും അതിനുശേഷവും ബട്ടണുകൾ, പെൻസിലുകൾ, ആഭരണങ്ങൾ, ചീപ്പുകൾ എന്നിവ നിർമ്മിക്കാൻ ഈ പാൽ പ്ലാസ്റ്റിക് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. വിക്ടോറിയ രാജ്ഞിയുടെ ആഭരണങ്ങളിൽ പോലും ഗാലലിത്ത് ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. പിന്നീട് പെട്രോളിയത്തിൽ നിന്ന് നിർമ്മിക്കുന്ന വില കുറഞ്ഞ സിന്തറ്റിക് പ്ലാസ്റ്റിക്കുകൾ വന്നതോടെ നമ്മൾ ഈ പരിസ്ഥിതി സൗഹൃദ പ്ലാസ്റ്റിക്കിനെ മറന്നുപോയി. ഇത് നിർമ്മിക്കുന്ന രീതി വളരെ ലളിതമാണ്. ചൂടാക്കിയ പാലിലേക്ക് വിനാഗിരിയോ നാരങ്ങാ നീരോ ചേർക്കുമ്പോൾ പാൽ പിരിയുന്നു. അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന വെളുത്ത പദാർത്ഥത്തെ നന്നായി ഉണക്കിയെടുത്ത് നമുക്ക് ആവശ്യമായ രൂപത്തിൽ മാറ്റാം. ശാസ്ത്രജ്ഞർ ഇതിനെ കൂടുതൽ ബലമുള്ളതാക്കാൻ വായു കടക്കാത്ത രീതിയിലുള്ള പ്രത്യേക സാങ്കേതിക വിദ്യകൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ USDA പോലുള്ള സ്ഥാപനങ്ങൾ ഇതിൽ വലിയ ഗവേഷണങ്ങൾ പോലും നടത്തുന്നുണ്ട്. ഇത് വെറും 10 മുതൽ 30 ദിവസത്തിനുള്ളിൽ മണ്ണിൽ ലയിച്ചു ചേരും. സാധാരണ പ്ലാസ്റ്റിക് പോലെ ഇത് ഒരിക്കലും മണ്ണിലോ കടലിലോ മാലിന്യമായി അവശേഷിക്കുകയുമില്ല. ഇത് പൂർണ്ണമായും പ്രോട്ടീൻ ആയതുകൊണ്ട് ഭക്ഷ്യയോഗ്യവുമാണ്. അതായത് ഇതിൽ നിർമ്മിക്കുന്ന കവറുകൾ സഹിതം നമുക്ക് ഭക്ഷണമായി കഴിക്കാം. സാധാരണ പ്ലാസ്റ്റിക്കിനേക്കാൾ 500 മടങ്ങ് അധികമായി ഭക്ഷണത്തിലേക്ക് വായു കടക്കുന്നത് തടയാൻ ഇതിന് കഴിയും. ഇത് ഭക്ഷണം കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ സഹായിക്കുന്നു. എല്ലാം തികഞ്ഞ ഒന്നാണോ ഇത്? ചില വെല്ലുവിളികളുമുണ്ട്. വെള്ളവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ഇത് അലിയാൻ സാധ്യതയുണ്ട്. കൂടാതെ സാധാരണ പ്ലാസ്റ്റിക്കിനേക്കാൾ നിർമ്മാണ ചിലവും അല്പം കൂടുതലാണ്. എന്നാൽ പുതിയ സാങ്കേതിക വിദ്യകൾ വഴി ഈ പോരായ്മകൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വരുന്ന കാലത്ത് ഇത്തരം ബയോപ്ലാസ്റ്റിക്കുകളായിരിക്കും ലോകത്തിന്റെ ഭാവി. സാധാരണ പ്ലാസ്റ്റിക്കിന് പകരമായി പാലിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഘടകങ്ങൾ ഉപയോഗിച്ചാണ് ഭൂമിക്ക് ഒട്ടും ഭാരമാവാത്ത ഈ പുതിയ തരം പ്ലാസ്റ്റിക് ഇവർ വികസിപ്പിച്ചെടുക്കുന്നത്. സാധാരണ പ്ലാസ്റ്റിക് വിഘടിക്കാൻ നൂറ്റാണ്ടുകൾ എടുക്കുമ്പോഴും ഈ പുതിയ കണ്ടുപിടുത്തം വെറും 13 ആഴ്ചകൾ കൊണ്ട് പൂർണ്ണമായും മണ്ണിൽ അലിഞ്ഞ് അപ്രത്യക്ഷമാകും. ഇത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. പ്ലാസ്റ്റിക് മാലിന്യങ്ങളില്ലാത്ത ഒരു നല്ല നാളേക്കായി ഇത്തരം കണ്ടുപിടുത്തങ്ങൾ വലിയൊരു പ്രതീക്ഷയല്ലേ നൽകുന്നത്? ഭൂമിക്ക് ഭാരമാവാത്ത ഇത്തരം കണ്ടുപിടുത്തങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അടുത്ത തവണ ഒരു ഗ്ലാസ് പാൽ കുടിക്കുമ്പോൾ ഓർക്കുക, അത് നിങ്ങളുടെ ആരോഗ്യത്തിന് മാത്രമല്ല ഭൂമിയുടെ ആരോഗ്യത്തിനും ഗുണകരമായേക്കാം. പ്ലാസ്റ്റിക് വിമുക്തമായ ഒരു നല്ല നാളേക്കായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി.